കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വത്തെ വിമർശിച്ച ഹൈക്കോടതി. വെടിക്കെട്ട് ആനകളെ അസ്വസ്ഥമാക്കും, എന്തിന് അവിടെ ആനകളെ കൊണ്ടുപോകുന്നുവെന്ന് കോടതി ചോദിച്ചു. ഉടമസ്ഥാവകാശമില്ലാത്ത ആനകളെ പുറത്തു കൊണ്ടുപോകുന്നതിനും വിമർശനമുണ്ട്. ഇടഞ്ഞ ആന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ്. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, ഇതിനു മുമ്പും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നമുക്കറിയാം, വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തേക്ക് ആനകളെ കൊണ്ടുപോകരുതെന്ന് ചില കേസുകൾ പരിഗണിക്കവേ കോടതി പലപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിലും കോടതി അതേ നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഗുരുവായൂർ ദേവസ്വത്തിനെ വലിയ രീതിയിൽ തന്നെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്, അല്ലേ? അതെ ദേവിക, നേരത്തെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ മാനദണ്ഡങ്ങൾ പുറത്തിറക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നിലവിൽ അപ്പീൽ എന്നുള്ള രീതിയിൽ വിവിധ കോടതികളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവം ഉണ്ടായത്. ഈ വിഷയത്തിലാണ് ഹൈക്കോടതിയിൽ ഗുരുവായൂർ ദേവസ്വം തങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ തങ്ങളുടെ മറുപടി അറിയിച്ചത്. പടക്കം പൊട്ടിയപ്പോൾ ആന പേടിച്ചു എന്നുള്ളതായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ മറുപടി. ഇതിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും വിമർശനം ഉണ്ടായിരിക്കുന്നത്. വെടിക്കെട്ട് ആനകളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ വെടിക്കെട്ട് നടത്തുന്ന ഇടത്തേക്ക് ആനകളെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആനകളെ ആനക്കോട്ടയ്ക്ക് പുറത്തേക്ക് എന്തിനു കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ എഴുന്നള്ളിപ്പുകൾക്കടക്കം കൊണ്ടുപോകുന്ന സമയത്ത് ആനകളുടെ ഭക്ഷണ കാര്യങ്ങൾ അത് ഏത് വിധത്തിലാണ് ഉറപ്പാക്കുന്നത്, ഒപ്പം തന്നെ വിശ്രമം, ഇതൊക്കെ തന്നെ എങ്ങനെ നടപ്പാകുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ അറിയിക്കാനായിട്ട് നിലവിൽ ഗുരുവായൂർ ദേവസ്വത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. എന്തായാലും വെടിക്കെട്ട് നടത്തുന്ന ഇടങ്ങളിൽ ആനകളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ സ്ഥല പരിമിതിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ആനകളെ നിർത്തുന്നത് അത് അഭികാമ്യമല്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു, ഗുരുവായൂർ ദേവസ്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള വിലയിരുത്തലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗുരുവായൂർ ദേവസ്വത്തിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശരി രേഷ്മ.